അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സംസാരിക്കുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. മോങ്ങമ്പുളമതിൽ സ്വദേശികളായ MC മുഹമ്മദ് അഷ്റഫ്, ഭാര്യ സാജിദ, മകൾ ഫിദ, 3 പേരും ആക്സിഡൻറ്റിൽ അള്ളാഹുവിൽ ഉത്തരം നൽകിയ യാത്രയായി. അർഹമുറാഹിമായ അള്ളാഹ് അപരം പ്രകാശപൂരിതമാക്കടേ അള്ളാഹ്, വിശാലമാക്കടേ അള്ളാഹ്. റബ്ബേ, അവർ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. അഷ്റഫിൻ്റെ ഉപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ ഉമ്മ, അവരുടെ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ആ മക്കൾ എല്ലാവർക്കും നീ ക്ഷമസമാധാനം നൽകണേ അള്ളാഹ്. നീ ക്ഷമസമാധാനം നൽകണേ അള്ളാഹ്. ആ കുടുംബത്തിന് തുണയാവണേ അള്ളാഹ്. എല്ലാവരും അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി യാസീൻ ഓതി ഈ മൈതസ്കാരം നടത്തി ഖലാസ് മുഹമ്മദിനെ ഓതി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംസാരിക്കുന്നത് മുത്തനൂർ തങ്ങളാണ്. ഒളമതൽ സ്വദേശികളായ അഷ്റഫ് 45 വയസ്സാകുന്ന ചെറുപ്പക്കാരൻ, സാജിദ 30 വയസ്സാകുന്ന ഒരു സഹോദരിയും 14 വയസ്സാകുന്ന ഫിദ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയി എന്നറിഞ്ഞു. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഹജ്ജിലാണുള്ളത്, ഹറമിൽ വെച്ചുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ, ആ കുടുംബങ്ങളിൽ സമാധാനം നൽകണം റഹ്മാനെ. സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിക്കാനും അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. പടച്ചവനെ, അള്ളാഹുവെ, കിതാബ് ഓലം കയ്യിൽ നൽകുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.